ആരോഗ്യജീവിതത്തിനും ജീവിത സൗഖ്യത്തിനുമായി പൗരാണിക ഭാരതം വരദാനമായി പകർന്നു നൽകിയ അറിവാണ് യോഗ. 2014 സെപ്റ്റംബർ 27 ഐക്യരാഷ്ട്രസഭയുടെ 69ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരാശയമാണ് ഇന്നത്തെ അന്താരാഷ്ട്ര യോഗ ദിനം. യോഗയ്ക്കായി ഒരു അന്താരാഷ്ട്ര ദിനമെന്ന മോദിയുടെ ആവശ്യം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരാശിയുടെ ആരോഗ്യത്തിനും നല്ല ജീവിതത്തിനും പ്രയോജനമേകുന്ന സമഗ്രമായ കർമ്മപദ്ധതിയായ യോഗ 193 രാജ്യങ്ങളിൽ 177 രാഷ്ട്രങ്ങളും സഭയിൽ അംഗീകരിച്ചു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർക്ക് യോഗയുടെ ആരോഗ്യ പദ്ധതിയിലൂടെ രോഗശാന്തിയും ജീവിത സമാധാനവും കൈവരിക്കാൻ കഴിയുമെന്നും നിരവധി രോഗങ്ങളെ ചെറുക്കാൻ യോഗയിലൂടെ കഴിയുമെന്നും ഐക്യരാഷ്ട്രസഭ മനസ്സിലാക്കിയതോടെ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി മാറി. ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നിട്ടുള്ള പഠനങ്ങളിലൂടെ യോഗയുടെ ഗുണഫലങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക ലോകത്ത് മനുഷ്യൻ്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിൻ്റെ ആക്കം കുറയ്ക്കാൻ യോഗയ്ക്ക് സാധിക്കുന്നു. ഒരു പരിധിവരെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗ മാറിക്കഴിഞ്ഞു. യോഗ വെറും ശാരീരിക വ്യായാമങ്ങളോ ആസനങ്ങളോ മാത്രമല്ല, ശരീരം, മനസ്സ്, ആത്മാവ്, പ്രപഞ്ചം എന്നിവയെ സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിലും ചിന്താരീതിയിലും നിലപാടിലും വലിയ വ്യത്യാസമുണ്ടാക്കുന്നു. മനുഷ്യനെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടെ രചിക്കപ്പെട്ട കൃതിയാണ് അഷ്ടാംഗയോഗ. പതഞ്ജലി മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ്. 2015 ഏപ്രിൽ 29 യോഗ ദിനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ലോഗോ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പ്രകാശനം ചെയ്തു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം യോഗയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ് ധ്യാനം എന്നു തന്നെ പറയാം. മനസ്സിനെ ശാന്തതയിലെത്തിക്കാൻ ഇതിനെ സാധിക്കും. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ യോഗയിലൂടെ നിയന്ത്രിച്ച് ധ്യാനാവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കും. മനസ്സിനെ നിയന്ത്രിക്കാനായാൽ രോഗങ്ങളെയും നിയന്ത്രിക്കാം. യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. യോഗാഭ്യാസം ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനത്തോടെയായിരിക്കണം. ആന്തരിക ബാഹ്യ യോഗാഭ്യാസത്തിന് പ്രധാനമാണ്. വൃത്തിയുള്ളതും ശുദ്ധവായു സഞ്ചാരമുള്ളതുമായ തുറന്ന സ്ഥലം. രാവിലെയോ വൈകുന്നേരം ഒരു നിശ്ചിത സമയം യോഗാഭ്യാസത്തിനായി മാറ്റിവയ്ക്കാം. പുലർച്ചെയാണ് ഏറ്റവും ഉത്തമം. ഒരിക്കലും ധൃതിയിൽ ചെയ്യരുത്. മനോനിയന്ത്രണം വേണം. കാടുകയറിയുള്ള ചിന്തകളുമായി യോഗാഭ്യാസത്തിന് തുനിയരുത്. യോഗാഭ്യാസങ്ങളും മറ്റു ശാരീരിക വ്യായാമങ്ങളും കൂട്ടിക്കലർത്തി ചെയ്യുന്നത് നല്ലതല്ല. കുളി കഴിഞ്ഞ് യോഗാഭ്യാസം ചെയ്യുന്നതാണ് ഉത്തമം. ഇനി യോഗാഭ്യാസം ചെയ്തിട്ടാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാകണം കുളി. ഭക്ഷണം കഴിഞ്ഞ് ഉടൻ യോഗ ചെയ്യരുത്. ഭക്ഷണം പൂർണ്ണമായും ദഹിക്കാനുള്ള ഇടവേള കഴിഞ്ഞു മാത്രം യോഗ ചെയ്യുക. യോഗാഭ്യാസം കഴിഞ്ഞിട്ടായാലും അല്പസമയം കഴിഞ്ഞു മാത്രമേ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടുള്ളൂ. യോഗ ചെയ്യുമ്പോൾ അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിക്കുന്നതാണ് ഉത്തമം. മിതഭക്ഷണം പ്രധാനമാണ്. വലിച്ചുവാരി സമയക്രമമില്ലാതെയും കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ആദ്യമായി യോഗ ചെയ്യുമ്പോൾ ആരോഗ്യമുള്ളവരായാലും ചില വിഷമതകൾ സാധാരണയാണ്.